ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പിന് പോകണം കേട്ടോ. അപ്പം നടക്ക് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ സ്ഥലം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, കാരണം സ്ഥലം നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഫുൾ ഐസല്ലേ? നമ്മൾ ട്രിപ്പ് പോകുന്നതിന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ വാങ്ങണ സ്നാക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങണം. പോകുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഗ്ലൗസ് വേണം പറഞ്ഞു. അതുകൊണ്ട് ഒരു ഗ്ലൗസ് വാങ്ങണം. ഇതിവിടെ കുറച്ച് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാ സാധനങ്ങളും വാങ്ങി സെറ്റായിട്ടുണ്ട്. കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഹോൺബി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ പാക്ക് ആൻഡ് സേവ് എന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങിയത്. കുറച്ച് സ്നാക്സ് ഒക്കെ, പിന്നെ 2 ഗ്ലൗസ് വാങ്ങി. അവിടെ സ്നോ ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. മൗണ്ട് ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ റോഡിൽ നിർത്തിയിട്ടുണ്ട്, എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഈ മലകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ സ്നോ? നമ്മളിവിടെ വീണ്ടും നിർത്തി. നല്ല വ്യൂ ആയതുകൊണ്ട് കാണാൻ വേണ്ടി നിർത്തിയതാണ്. പിന്നെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട്. ഇവിടെ ഫോട്ടോ സെഷനാ. കൊള്ളാല്ലേ? ഇവിടെ വീണ്ടും നിർത്തി, കാരണം നമുക്ക് ഇവിടുന്ന് വണ്ടിക്ക് ചെയിൻ ഇടാണ്ട്. ചെയിൻ ഇട്ടാൽ മാത്രമാണ് മേലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ചെയിൻ ഇടാൻ പോകുന്നത്. 2 കാറുണ്ട്. അപ്പോൾ എത്രയാണ് പറഞ്ഞവര്? ഒരു കാറിന് $50 ആണ് ഇവർ വാങ്ങുന്നത് ചെയിൻ ഇടാൻ വേണ്ടിയിട്ട്. അവർ ചെയിൻ ഇടുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടോ നടന്നു പോവുക. എവിടെയാണെന്നറിയില്ല. അവിടുത്തെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കാൻ പോകും. നമ്മൾ നടന്ന് ഏതോ വഴിയിൽ പെട്ടിട്ടുണ്ട്. കണ്ട, കഴിഞ്ഞ് കാട് മാത്രമേ ഉള്ളൂ ഇപ്പൊ. അയ്യോ, മുള്ള്. ഇവിടെ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കഴിക്കാൻ കഴിച്ചാൽ പക്ഷേ ക്ലോസ് ആയി പോയി. നഗറ്റ്സാ
സമയം 3 മണിയായതുകൊണ്ട് അവർ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. നമ്മൾ ഈ ചെയിന് തിരിച്ചു കൊടുക്കണം. നമ്മൾ പോയത് മൗണ്ട് ഹട്ടിൽ ഒരു സ്കീയിങ് ഏരിയ ആണ് കേട്ടോ. നമ്മളെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 hours പോകാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ തൊട്ട് ചിപ്സും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ നേരെ നമ്മളൊരു അഫ്ഗാൻ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ന്യൂസിലാൻഡ് വിശേഷങ്ങളായി ഇനി അടുത്ത വീട്ടിൽ കാണാം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.